അഞ്ചാതെ ഇന്നലെ വീട്ടിൽ എന്തുവായിരുന്നു ബഹളം? എന്ത് വലിയ പാട്ടൊക്കെ കേട്ടിരുന്നില്ലേ രാത്രി? ചേട്ടാ അങ്ങനെ കേട്ടു. ഞാൻ അതിലേക്കൂടെ രാത്രി ഒന്ന് വന്നായിരുന്നു. പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത് അഞ്ചാത്തയുടെ ശബ്ദമായിരിക്കും. നല്ലതായിട്ട് പാടുന്നുണ്ടല്ലോ അഞ്ചാത്ത. ഇതൊക്കെ ഒരു പാട്ടാണോ ചേട്ടാ? എന്തുവായിരുന്നു പരിപാടി? അത് സൂസന്നയുടെ ഒരു സീനിയർ വക്കീലുണ്ട്, പുള്ളി ഏതോ കേസ് ജയിച്ചു. അതിന്റെ സന്തോഷത്തിലൊരു കേക്കൊക്കെ മുറിച്ചു. അതിന്റെ കൂടെ ഞാനൊന്ന് പാടിയെന്നേ ഉള്ളൂ. എന്തായാലും ഉഗ്രം പാട്ടാ കേട്ടോ. ഞാൻ കുറെ നേരം അവിടെ നിന്ന് കേട്ട്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ആരുമില്ലാത്തപ്പം ബോറടിക്കുന്ന സമയത്ത് അനുരാധയുടെ പാട്ട് കേൾക്കാമല്ലോ. എങ്ങനെ? അല്ല, ഡോക്ടർ ഇല്ലാത്തപ്പം നമുക്ക് പാടാലോ, ഒരുമിച്ച് പാടാലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ട് കെട്ടിയിരിക്കുന്ന പശുവൊക്കെ കയറും പൊട്ടി ചോട. അയ്യോ, എന്റെ അനുരാധ ആവശ്യമില്ലാത്ത കാര്യം പറയില്ല. നല്ല ശ്രുതി, നല്ല താളം, നല്ല ലയം. ദിവാരം ചേട്ടാ, എന്തോ ഈ സുഖിപ്പിക്കലുണ്ടെന്ന് ഒരു കാര്യമില്ല. ഇല്ലല്ലേ? എന്തിനാ ചേട്ടാ വെറുതെ മെനക്കിടുന്ന്? അനുരാധ, എന്തോ ഡോക്ടർ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. പിന്നെ ഈ പാട്ടിന്റെ കാര്യം അവിടെ പോയി എഴുന്നള്ളിക്കാനും നിൽക്കണ്ട കേട്ടാ. ഉറപ്പായിട്ടും ഞാൻ പറയത്തില്ല. എന്നിട്ട് വേണം അത് ഞാൻ പിന്നെ പാട്ട് കേൾക്കണമെന്ന് പറയും. മോളെ എൻ്റെ അതെ, നിന്റെ പാട്ട് എൻ്റെ ചെവി മാത്രം കേൾക്കാനുള്ളതാ. ഡോക്ടർ, ലംബോദരൻ മാഷ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു പരാതി പറയാനായിട്ട്. അവിടെ ഭയങ്കര ബഹളമായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് ബഹളം? പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു എന്ന്. അയൽപക്കക്കാർ ലംബോദരൻ മാഷെ വിളിച്ച് പരാതി പറഞ്ഞു, ഭയങ്കര ശല്യമായിരുന്നു എന്ന്. ഷേടാ, ഇയാൾക്ക് ഇത് എന്തിന്റെ കുഴപ്പമാ? മനുഷ്യനൊരു മൂളിപ്പാട്ട് പാടാനുള്ള സൗകര്യം പോലും ഇല്ലേ? അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാർ എന്നാത്തിന് എന്റെ വീട്ടിൽ നോക്കിയിരിക്കുന്നേ? മൂളിപ്പാട്ടോ? ആ, എൻ്റെ അത് എനിക്ക് നന്നായിട്ടറിയാം. മൂളിപ്പാട്ടല്ലാന്ന് എനിക്ക് മനസ്സിലായി. അറിയാവോ? എന്നെ അറിയാവോ? നന്നായിട്ടറിയാം. എന്നിട്ടെന്നാ ഞാൻ രാവിലെ അത്രയും വിളിച്ചിട്ട് ഡോക്ടർ ഫോൺ എടുക്കാത്തെ? വിളിച്ചായിരുന്നോ? ഞാൻ കണ്ടില്ല. കാണാഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല, മനഃപൂർവ്വം എടുക്കാത്തതായിരിക്കും. അത് എന്നാന്ന് വെച്ചാലേ, നമ്മൾ ഈ ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ തന്നെ സംസാരിക്കണമെന്നാണ് ആലിസ് പറയുന്നത്. ജോലി കാര്യം ജോലി സ്ഥലത്താണല്ലോ എന്നാണ് ആലിസിന്റെ വാദം. അതിന് ജോലിക്കാര്യം പറയാൻ ആര് വിളിച്ചു? പിന്നെന്തിനാ? ഞാൻ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ചു. രാജ സാറ് വിളിച്ചായിരുന്നേ. എന്ത് പറ്റി? പശുവിന് വീണ്ടും അസുഖം കൂടിയേക്കുക, എണ്ണിട്ടിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെന്ന് പറഞ്ഞ അങ്ങോട്ടൊന്ന് പോകാൻ എന്തെങ്കിലും പോകും. അയ്യോ, ഇന്ന് നല്ല തിരക്കാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഒതിവാരം ഒന്ന് അങ്ങോട്ട്. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാൻ പോകത്തില്ല. അതുപോലെ ഒരു പ്രാവശ്യം അസുഖം പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പോയതാ. ഇപ്പോഴും അതിന്റെ ഒരു തൊഴി എന്റെ മുതുകത്തിന്റെ ഇപ്പോഴും ഉണ്ട്, പാട് കണ്ടോ? അതിപ്പോ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുകയല്ലേ. ഇനിയിപ്പോ എന്തായാലും തൊഴിക്കത്തില്ല, പേടിക്കണ്ട. എന്റെ പൊന്നു സാറേ, അത് അഭിനയവാ. ഏതെങ്കിലും ആണുങ്ങൾ അതിരിപ്പോഴി പോയി കഴിഞ്ഞാൽ പിന്നെ പശുവല്ല, അത് കുതിരയാ. അതിപ്പോ ഞാൻ സാറിന്റെ അങ്ങോട്ട് ചെന്നേക്കാന്ന് പറഞ്ഞേരെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ലംബോദരൻ ബഹളത്തിന്റെ കേസ്. അനുരാധയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ അങ്ങനെ പ്രകോപിപ്പിക്കരുതേ. പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തില്ല. അയാൾ എന്താ ചെയ്യാൻ പോകുന്നത് അയാൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോകണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡോക്ടർ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കാന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെ പൊന്ന എൻ്റെ അത് ജോലി ചെയ്യുന്നത് വെറ്റിനറി ഹോസ്പിറ്റലില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്നൊന്നും പറയല്ലേ, മണ്ടത്തരവാ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കും. ഡോക്ടർ നോക്കിക്കോ. ഓ, എന്നാ പിന്നെ ചെന്നാട്ടെ. പോകുന്നില്ലേ? പോവല്ല, പോ. രണ്ടെണ്ണത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ബെസ്റ്റ് ടീം. ഇത് കലക്കി കൊടുത്താലോ? ചത്തോ? സാറ് പറഞ്ഞത് വലിയ കാര്യമാക്കൊന്നും വേണ്ട, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അതിന് ആരെ മൈൻഡ് ചെയ്യുന്നു? എനിക്ക് പാടണമെന്ന് തോന്നി ഞാൻ പാടും. പാട്ടോ? പാട്ടല്ല, ഞാൻ പാമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഏത് പാമ്പ്? എൻ്റെ അത് പറഞ്ഞില്ലേ, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്ന കേസ് കേട്ട്. അപ്പൊ സാറ് പറഞ്ഞില്ലേ അതൊന്നും നടക്കുന്ന കേസ് കേട്ടല്ല, മണ്ടത്തരം വന്ന് പറഞ്ഞില്ലേ. അത് സാറിന് അറിയാൻ വയ്യാട്ടാ. എൻ്റെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു, ഭയങ്കര പാമ്പ് വൈദ്യനായിരുന്നു. അതായത് പുള്ളി എത്ര പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? അതായത് കടിച്ച പാമ്പിനെ പുള്ളി വിളിച്ചു വരുത്തി. ഓ, എങ്ങനെ? മൊബൈൽ ഫോണിൽ വിളിക്കോ അതോ ലാൻഡ് ലൈനിൽ വിളിക്കോ? ഉള്ളതാന്ന്. എന്നിട്ട് പാമ്പ് നേരെ വീട്ടിലോട്ട് വരുമായിരിക്കും അല്ലേ? എന്നിട്ട് ചേട്ടാ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമായിരിക്കും. ഇത് സത്യമായിട്ടുള്ള കേസ് കേട്ടാ ഞാനീ പറഞ്ഞേ. എന്നിട്ട് എങ്ങനെ പാമ്പ് ഇങ്ങനെ വലിച്ചെടുക്കൂ? കളിയാക്കിക്കൊണ്ടിരുന്നു. എന്റെ തികാരട്ട്, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? കടിച്ച വിഷം പാമ്പ് വലിച്ചെടുക്കും പോലും.
അല്ല അപ്പം എൻ്റെ അകത്ത് പറഞ്ഞതോ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുമെന്ന്. എന്റെ ചേട്ടൻ ഞാനത് എഴിഞ്ഞു കിടക്കുന്ന പാമ്പിനെ കുറിച്ച് പറഞ്ഞതല്ല. പിന്നെ ഒരു കൊടയും കുത്തിപ്പിടിച്ച് കിടക്കുന്ന പാമ്പിനെ കുറിച്ച് പറഞ്ഞതാ. ആ പാമ്പിന്റെ കാര്യത്തിൽ ഞാൻ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. അതേത് പാമ്പ്? അതൊക്കെ ഉണ്ട്.